ഹലോ, ഇന്ന് നമുക്ക് ഈ കുഞ്ഞ് സ്കെച്ച് ബുക്കിനൊരു പേര് കൊടുത്താലോ? പേര് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഒരു കുട്ടി ഡിസൈനും കൂടി വരക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡിലിട്ടിരിക്കുന്നതാണെങ്കിലും സാധാരണ ഞാൻ വരക്കുമ്പോൾ ഇതേ സ്പീഡിൽ തന്നെയാണ് ഈ ഒരു ഫ്ലവർ വരക്കാറുള്ളത്. കാരണം ഇത് വരച്ച് വരച്ച് ശീലമായി എന്നുള്ളതാണ്. ഇപ്പോഴെങ്ങും അല്ല, ഞാൻ +2 പഠിക്കുന്ന കാലം കുറച്ചധികം കൊല്ലം മുന്നെയാണ്. അന്ന് മുതൽ വരക്കുന്നതാണ് ഈ റോസാപ്പൂ. അന്ന് എൻ്റെ ക്ലാസ്സിലെ മിക്കവാറും എല്ലാവരുടെയും പ്രോജക്റ്റിൻ്റെയും അസൈൻമെൻറ്റിൻ്റെയും ഒക്കെ കവർ പേജിൽ ഈ ഒരു റോസാപ്പൂ കാണും. അസൈൻമെൻറ്റ്, പ്രോജക്റ്റ് എന്നൊക്കെ എഴുതി കൊടുക്കുന്നതും അതിൻ്റെ അടുത്ത് ഈ ഒരു പൂ വരച്ച് കൊടുക്കുന്നതും എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പൂ വരക്കുമ്പോൾ ശരിക്കും നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. ഏതുറക്കത്തിൽ വരക്കാൻ പറഞ്ഞാലും ക്യുക്കായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നൊരു ചിത്രം ഉണ്ടാവില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈ റോസാപ്പൂവാണ് കേട്ടോ. ഇത് മാത്രമല്ല, വേറെയും 1-2 ഫ്ലവേഴ്സ് ഉണ്ട്. എങ്കിലും അതിൽ ഏറ്റവും ഫേവറേറ്റ് ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വരച്ചിട്ടുള്ളതും ഇത് തന്നെയാണ്. അങ്ങനെ ഈ പൂവിനെ ഓർത്തപ്പോൾ മനസ്സിൽ വന്നൊരു പേരും ബുക്കിന് കൊടുത്തിട്ടുണ്ട്. സാധാരണ പണ്ട് ഞാനിത് വരക്കുമ്പോൾ കളർ ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ പെൻസിൽ സ്കെച്ച് ചെയ്യാറുണ്ടായിരുന്നത്. അത് പെൻസിൽ കൊണ്ട് വരക്കുന്നത് നന്നായിട്ട് ഷാർപ്പായിട്ട് വരയ്ക്കും. അപ്പോൾ ഈ വരകളൊക്കെ നല്ല ഷാർപ്പായിട്ട് കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമ്മുടെ സ്കെച്ച് ബുക്കിൻ്റെ ഫ്രണ്ട് കവർ ആയതുകൊണ്ട് മാത്രം ഇതിനൊന്ന് കളർ കൊടുത്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്നറിയാനായിട്ട്. വാട്ടർ കളർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതാണ്. ഫ്ലവറും അതുപോലെ തന്നെ ലീവ്സും പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഡള്ളായിട്ടുള്ളൊരു കളർ, ഒരു കോഫി ഷെയ്ഡിലൊരു കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇലകളൊക്കെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ടച്ച് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് ഒന്നുകൂടി ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്ലവറിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫൈനൽ ലുക്കിനേക്കാളും എനിക്ക് ആ ഒരു റഫ് സ്കെച്ചാണ് കേട്ടോ ഇഷ്ടം. ആദ്യം വരച്ച ജസ്റ്റ് ആ ഫ്ലവർ മാത്രം പേന കൊണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.